ബി ജെ പി ഇനിയുള്ള നാളുകൾ വളരെ കരുതലോടുകൂടി വേണം മുമ്പോട്ട് പോകാൻ. അതെ. കാരണം 3 സീറ്റാണ് നേടിയിരിക്കുന്നത്. 2016 ഒരു സീറ്റ് നേടി, 2021 അത് ആരുടെയൊക്കെയോ പിടിപ്പുകേട് കാരണം കൈമോശം വരികയും ചെയ്തു. ഇനി അത് ഉണ്ടാകാൻ പാടില്ല. 3-ൽ നിന്നായിരിക്കണം. 30-ലോ 60-ലോ എത്തിയാൽ പോരാ, 90-ലെത്തണം 2031 എത്തുമ്പോഴേക്കും. അത്തരത്തിലുള്ള പ്രവർത്തനമായിരിക്കുമോ ഇനിയിപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു മിഷൻ? തീർച്ചയായിട്ടും ബി ജെ പിയുടെ കോർ ടീമായാലും ബി ജെ പിയുടെ നാഷണൽ ലെവലിൽ നിന്നുള്ള നിർദ്ദേശമായാലും ഇനി അടുത്ത ലക്ഷ്യം കേരളമാണ്. അവരുടെ കഴിഞ്ഞ 16-ൽ 3 സീറ്റ് കിട്ടിയതാണ് ബംഗാളിൽ. അത് 21 ആയപ്പോൾ 77 ആയി. 2026 ആയപ്പോഴേക്കും 207 ആയി. അപ്പോൾ ആ ഒരു പ്രവർത്തന ബാന്ധവം വച്ച് നോക്കുകയാണ് എങ്കിൽ കേരളത്തിൽ ഉറപ്പായിട്ടും 2031 ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരും. ഇനിയൊരു 2045 വരെ നമ്മുടെ ഭാരത രാജ്യത്തെ പ്രധാനമന്ത്രി NDA സഖ്യത്തിലുള്ളവരായിരിക്കും. കാരണം മറ്റുള്ളവർ ചടകുടന്ന് എഴുന്നേറ്റ് വരേണ്ട ആ ഒരു ബാല്യം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർ ഏകദേശം വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ മുന്നണി തന്നെ ഒരു പിളർപ്പിലേക്ക് നിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ CPM-ഉം CPI എല്ലാം വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം തീരെ മോശമല്ല. ഏകദേശം 19 അടുപ്പിച്ച് 20 അടുപ്പിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് വരുന്നു. 20 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ 41-നപ്പുറം നേമത്ത് പോയി. 40 വരുന്ന 3 മണ്ഡലമുണ്ട്. 40-ന് താഴെ 38, 39 വരുന്ന 4 മണ്ഡലമുണ്ട്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ BJP മറ്റ് കക്ഷികളെ അപേക്ഷിച്ച് ബഹുദൂരമാണ്. അതിനേതൊരു സംശയമില്ല. കാരണം രാജ്യസഭയിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 4 MP-മാരുണ്ട്, കേരളത്തിൽ നിന്നുള്ളവരാണ്. മന്ത്രിമാരാണെങ്കിൽ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അതുപോലെ തന്നെ 3 MLA ഇപ്പോൾ കിട്ടി. അതുപോലെ ഒരു മേയർ തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഉണ്ട്. 2 മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്. 31 പഞ്ചായത്ത് പ്രസിഡന്റന്മാരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 200-ലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാരുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ക് ബാന്ധവം വച്ച് ഈ 3 MLA-മാരുടെ പ്രവർത്തനം ഈ 5 വർഷം ഈ മണ്ഡലങ്ങൾ വളരെ നിർണായകമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ കേന്ദ്ര ഫണ്ടുകൾ, കേന്ദ്ര ആവിഷ്കൃത കേരള ഫണ്ടുകൾ, ആ മണ്ഡലത്തിൽ വിനിയോഗിക്കേണ്ട റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പ്രതിസന്ധി കറണ്ടാണ്. അതിനു വേണ്ടിയുള്ള കേരള ഗവൺമെൻറ്റുമായിട്ട് യോജിച്ച് പുരപ്പുറ കറണ്ട് പദ്ധതികൾ വീടുകൾക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രാമതലത്തിലുള്ള ഈ മണ്ഡലങ്ങളിൽ വരുന്ന ഗ്രാമതലത്തിലുള്ള ഗ്രാമ്യ സ്വരാജ് ഗ്രാന്തജി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുക നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനം വഴി കേരളത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഡയറക്ടറായിട്ട് മേയറും കൗൺസിലറും MLA-മാരുമായിട്ട് കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന പദ്ധതിയുണ്ട്. അപ്പോൾ ഈ 2 പദ്ധതികളും 3 അസംബ്ലി മണ്ഡലത്തിൽ കാണിച്ച് വെച്ച് കൊടുത്താൽ ബാക്കി 37 അസംബ്ലി മണ്ഡലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കുമ്പോൾ ഉറപ്പായിട്ടും കേരള ജനത ഭാരതീയ ജനതാ പാർട്ടിയെ NDA സഖ്യത്തിനെ 31-ൽ സ്വീകരിക്കും. അപ്പോൾ അതിനു മുമ്പ് 29-ൽ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തയ്യാറാകണം. ഇപ്പോഴത്തെ സിറ്റുവേഷനും വോട്ടിംഗ് ക്രമം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് മുതൽ ഒരു ഉഴപ്പില്ലാതെ വാർഡ് തലത്തിൽ, ഏരിയ തലത്തിൽ, മണ്ഡലം തലത്തിൽ, ജില്ലാ തലത്തിൽ പ്രവർത്തിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് 2 MP സുഖമായിട്ട് കിട്ടും. ഇപ്പോഴത്തെ പുതിയ സർക്കാരുകൾ പല സംസ്ഥാനങ്ങളും കൂട്ടിച്ചേർക്കുന്നു. ഇതിൻ്റെ കേരളത്തിലെ ജനങ്ങൾക്കൊരു ബോധമുണ്ട്, BJP വന്നാൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് NDA കൊണ്ട് നടപ്പിലാക്കുവാൻ കഴിയും. അതിനുള്ള പദ്ധതി രേഖകൾ ഈ 3 മണ്ഡലത്തിലെ MLA-മാർ, അതാണ് ചന്ദ്രശേഖർ പറഞ്ഞത്, 3 പേർ മതി 30 പേരുടെ പ്രവർത്തനം. അത് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ 90-ലേക്ക് എത്തിപ്പിക്കുവാൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയും. ഉറപ്പായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് ജനപ്രതിനിധികളായിട്ട് ഒരു 4 MP-മാരെ, പാലക്കാട് നിന്നും തിരുവനന്തപുരത്ത് 2, നല്ല രീതിയിൽ പ്രവർത്തനം സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും 4 ജനപ്രതിനിധികളെ കൊടുക്കാൻ കഴിയും.
ഉറപ്പായിട്ടും ഇനി വരുന്ന 44 പര എം പിമാരുള്ള ബംഗാളിൽ 35 എം പിയും ഉറപ്പായിട്ട് കിട്ടും. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് ഇനി ഇപ്പോൾ 2006 7, 8 2 വർഷം കൊണ്ട് ഈ തരംഗം അങ്ങനെ സുവേന്ദു അധികാരി നല്ല ഭരണങ്ങൾ കാഴ്ചവെച്ച് അവിടെ ചെയ്യുന്ന പോലെ ഇവിടുത്തെ അധികാരികളായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും വി ഗോപകുമാറും വി മുരളീധരനും ഇവിടെയും സുവേന്ദു അധികാരികളായി മാറണം. അത് മറ്റ് എം എൽ എമാരുടെ കപ്പാസിറ്റി നമുക്കറിയാം. ഈ കേരളം മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആൾ ആരാണെന്ന് നിശ്ചയിച്ചില്ല. അദ്ദേഹം തന്നെ പറയണം ഖജനാവിൽ കാശില്ല എന്ന്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും വേണ്ട പിന്തുണ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊടുക്കണം. ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുന്നെന്ന് പറഞ്ഞു. ഇവർ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള 5 ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി, ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി പ്രഖ്യാപിക്കണമെങ്കിൽ ഏകദേശം 22,000 കോടി രൂപ വേണം. ഏകദേശം എത്ര ലക്ഷം, 90 ലക്ഷം അമ്മപെങ്ങന്മാർക്കാണ് യാത്ര ചെയ്യുവാൻ ഫ്രീ KSRTC. അപ്പോൾ ഇപ്പോഴേ KSRTC പൂട്ടിയിരിക്കുന്ന അവസ്ഥയിൽ അപ്പോൾ ആ പദ്ധതിക്ക് ഈ 3 MLAമാർ കേന്ദ്രത്തിൻ്റെ നഗരവികസന മന്ത്രാലയത്തിൽ റെക്കമെൻഡ് ചെയ്ത് കേരളത്തിൻ്റെ മെയിൻ നഗരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ഏർപ്പെടുത്തണം. ഇപ്പോൾ ട്രാൻസ്പോർട്ട് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, ബാംഗ്ലൂരുണ്ട്, അതുപോലെ അഹമ്മദാബാദ് നഗരം പോലുള്ളതുണ്ട്. സ്മാർട്ട് സിറ്റി ആയപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ വന്ന മിനി ബസ് പോലത്തത് കൊടുത്ത്. അപ്പോൾ KSRTCയെ രക്ഷിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ഡയറക്ടറായിട്ട് ഈ 3 MLAമാർ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് ഇവിടുത്തെ ജനങ്ങളും പ്രത്യേകിച്ച് 33% സംവരണം പാസ്സാകാതിരിക്കുന്നത് ജനഹൃദയങ്ങൾ, സ്ത്രീ ജനങ്ങളുടെ നാരീശക്തി വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കരസ്ഥമാക്കുവാൻ കഴിയും. പിന്നെ അവർ പ്രഖ്യാപിച്ചു ഇൻഷുറൻസ് കാർഡ്. ആ ഇൻഷുറൻസ് കാർഡ് പാഠ്യപദ്ധതിയിൽ കേരളത്തിലെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എല്ലാ കുട്ടികൾക്കും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി അനുസരിച്ച് 3000 രൂപ ലംസം ഗ്രാൻറ്റും ഫ്രീ സൈക്കിളും ലാപ്ടോപ്പും കൊടുക്കുന്നു +2 വിദ്യാർത്ഥികൾക്ക്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ കേരളം നടപ്പിലാക്കുന്നില്ല. കേരളത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സൈനിക സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ. ആ പദ്ധതി സർക്കാർ സ്കൂളുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട എഡ്യൂക്കേഷൻ മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളുകൾക്കും കൂടി ഈ 3 MLAമാർ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ആശയവിനിമയം ചെയ്ത് ഡയറക്റ്റായിട്ട് നടപ്പിലാക്കണം. ഇപ്പോൾ ഇവർ സംസ്ഥാന സർക്കാർ പറയും ഫെഡറൽ സംവിധാനത്തിൽ കൈകടത്തുന്നു, ഇവിടെ എന്തിനാ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതൊന്നും നോക്കിയിട്ട് ഇനി കാര്യമില്ല. ആ ഫെഡറൽ സംവിധാനത്തിൽ കൈ കടത്തിയത് കൊണ്ടാണ് ഇന്ന് ബീഹാറിൽ 207 BJPക്ക് കിട്ടിയത്. മമതയെന്ന് പറയുന്ന തീവ്രവാദിയും സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ്. സ്ത്രീകളുടെ ഒരു ബില്ല് വന്നപ്പോൾ എതിർത്തു. ആ സ്ത്രീക്ക് നീണ്ട 50 വർഷം ഭരിക്കണം, മരിക്കുന്നത് വരെ എനിക്ക് കസേരയിൽ വേണമെന്ന് പറഞ്ഞ് സ്ത്രീ പദ്ധതികളെല്ലാം അവിടെ നടപ്പിലാക്കി. അവിടെ ആര് പ്രവർത്തിക്കുന്നോ ആ പ്രവർത്തകരെ എല്ലാം ജയിലിലടച്ചു. പാർട്ടി ഓഫീസുകളുടെ എല്ലാം അടച്ചുപൂട്ടി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിൻ്റെയും പാർട്ടി ഓഫീസുകൾ തുറക്കുന്നത് സുവേന്ദു അധികാരി ഇന്നലെ പറഞ്ഞു, ഞാൻ വന്നു, നിങ്ങൾക്കെല്ലാം പ്രവർത്തന സ്വാതന്ത്ര്യം തരും. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാമീണ സഡക് യോജന, എല്ലാ ചെറിയ ചെറിയ റോഡുകളും ടാർ ചെയ്യണം. ഈ 3 MLAമാർ കൊണ്ട് 30 MLAമാരുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളം ദേശീയതയ്ക്കൊപ്പവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൂടെ ഉണ്ടാകും. ആ രീതിയിലുള്ള ഇച്ഛാശക്തി ഇപ്പോൾ ഉദാഹരണത്തിന് 10 വർഷമായി വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കാര്യം തുടങ്ങിയിട്ട് ഇന്നും അവിടെ ഇറക്കി വയ്ക്കുന്ന കാർഗോകൾ കൊണ്ടുപോകാൻ റോഡ് ചെയ്തിട്ടില്ല. ഈ റോഡ് സംസ്ഥാന ഗവൺമെൻറ് പിടിപ്പുകേടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ മാറ്റി ഇപ്പോഴാണ് ഓരോ ഓർഡറുകൾ പുറത്തു വരുന്നത്, ഓരോ ആൾക്കാരും വരുന്നത് പറയുന്നത്. അപ്പോൾ ആ റോഡ് ഇതിനു മുമ്പ് ചെയ്തിരുന്നെങ്കിൽ റോഡ് ലോജിസ്റ്റിക്സ് വിദ്യാർത്ഥികൾ വിദേശത്ത് പോണ്ട, റെയിൽ ലോജിസ്റ്റിക്സ് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് കരകയറേണ്ട തൊഴിലിന് വേണ്ടി, ഷിപ്പ് വഴിയുള്ളവർക്ക് പോണ്ട, വിമാനം വഴിയുള്ളവർക്ക് പോണ്ട, ഈ ലോജിസ്റ്റിക്സ് പാർക്കുകളെല്ലാം ഇന്ന് മുൻകൂട്ടി സ്റ്റാലിൻ സ്ഥലം അക്വസിഷൻ ചെയ്തു. തൊട്ടടുത്ത് കാവൽക്കിണർ, നാഗർകോവിലിലെ മഹേന്ദ്രഗിരി, തോവാള തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓരോ ലോയിഡ് കമ്പനി, സീമെൻസ് കമ്പനി, കണ്ടെയ്നർ കമ്പനികൾ 10,000-ൽ പരം ഏക്കർ ഭൂമി അവിടെ ചെയ്തു എന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള പത്രങ്ങളിൽ വരുന്നു. തിരുവനന്തപുരവും വിഴിഞ്ഞവും തമ്മിൽ എത്ര കിലോമീറ്റർ, ഈ തിരുവനന്തപുരവും വിഴിഞ്ഞം പോർട്ടും നാഗർകോവിലും തമ്മിൽ 70 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. കപ്പൽ ഇവിടെ വന്നാൽ അവിടുന്ന് ചരക്കുകൾ അവരുടെ കണ്ടെയ്നർ യാർഡിൽ നിന്ന് വിഴിഞ്ഞത്ത് കൊണ്ടുവരാൻ പറ്റും. ഇതെന്തുകൊണ്ട് തിരുവനന്തപുരത്ത് സ്ഥലമില്ലേ? ഇഷ്ടംപോലെ തുറന്ന ജയിലെന്ന് പറയുന്ന സ്ഥലം, അവിടെ എല്ലാം സിംഹങ്ങൾ മരിച്ചു കിടക്കുന്നു.
പോയി. പാർക്ക് പൂട്ടൽ വക്കിലാണ്. തുറന്ന ജയിലുണ്ട്, സഫാരി പാർക്കുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മളെ പാലോട് മുതൽ കള്ളിക്കാട് വരെ പോകുന്ന സ്ഥലത്ത് 400 ഏക്കർ സർക്കാർ ഭൂമിയുണ്ട്. ഇതെല്ലാം അക്വസിഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ കമ്പനികൾ അവിടെ പോവുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അഭ്യസ്തവിദ്യരായ ടെക്നിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ തുടങ്ങി അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതി തുടങ്ങിയാൽ ഈ 3 MLA-മാരുടെ മണ്ഡലത്തിൽ അവർ പ്രാവർത്തികമാക്കിയാൽ സുഖമായിട്ടും 2031 BJP സർക്കാർ വരും. രണ്ടാമത് വേസ്റ്റ് മാനേജ്മെൻറ്റ് നടപടികൾ തുടങ്ങി. തിരുവനന്തപുരം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഷട്ടറുകൾ ചെയ്ത് പട്ടികളെ അടയ്ക്കുന്നു. ഇതെല്ലാം അവർ ആക്ഷേപിച്ചത് ഇപ്പം മേയർ എന്നുള്ള നിലയിൽ 6 മാസം ആയതേ ഉള്ളൂ. ദ്രുതഗതിയിൽ അദ്ദേഹം പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കണം. നമ്മുടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ പ്രഖ്യാപിക്കുവാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആൾക്കാർ തിരുവനന്തപുരം നഗരം സന്ദർശിച്ചു. അവരിവിടെ വന്ന് ഈ കേബിളുകൾ വലിച്ചതെല്ലാം കണ്ട് ശുചീകരണ നഗരമല്ലാത്തത് കണ്ട് അവർ തിരിച്ചു മടങ്ങി. അപ്പോൾ അത്തരത്തിൽ നഗരത്തെ ശുചീകരണ നഗരമാക്കി മാറ്റുവാൻ, പ്രത്യേകിച്ചും കഴക്കൂട്ടവും നേമവും പോലുള്ള മണ്ഡലങ്ങൾ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിന് വേണ്ടി കേന്ദ്രാവിഷ്കൃത നഗര ആവിഷ്കാര പദ്ധതിയുണ്ട്. ഇപ്പം വെങ്കയ്യ നായിഡു നഗരവികസന മന്ത്രിയായിരുന്നപ്പോൾ ഒരു ഹാബിറ്ററ്റ് സെൻറ്റർ കവടിയാർ തറക്കല്ലിട്ടിട്ട് പോയി. അത് VS ഗവൺമെൻറ്റും അത് കഴിഞ്ഞ് വന്ന പിണറായിയുടെ 2 ഗവൺമെൻറ്റും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും ഇതുവരെ അത് മുന്നോട്ട് പോയിട്ടില്ല. റെയിൽവേക്ക് സ്ഥലം അക്വസിഷൻ നിയമത്തെടുത്തു. തിരുവനന്തപുരത്തിൻ്റെ പാത വികസനം, റെയിൽവേ യാർഡിന് കണ്ടെയ്നർ തിരുവനന്തപുരത്ത് ചെയ്യാൻ സ്ഥലമുണ്ട്. മുക്കുന്നിമലയുടെ ഒരു സൈഡ് മിച്ചഭൂമിയാണ്. ആ സ്ഥലത്ത് 200 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ റെയിലിൽ ചരക്ക് കൊണ്ടുപോകേണ്ട യാർഡ് തിരുവനന്തപുരത്ത് ചെയ്യാം. അതിന് നടപടി റെയിൽവേ മന്ത്രി രാജഗോപാൽ ചെയ്തത് നിർത്തിവെച്ചത് പിന്നെ വന്ന ജനകീയ ഗവൺമെൻറ്റുകളാണ്. VS ഗവൺമെൻറ്റും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും 2 പിണറായി ഗവൺമെൻറ്റുകൾ തുടർ പദ്ധതി പോയിട്ടില്ല. ഇന്ന് ആ കണ്ടെയ്നർ യാർഡ് ഇവിടെ വന്നിരുന്നെങ്കിൽ വിഴിഞ്ഞത്തിനും ഇപ്പോൾ വെൽഡിങ്, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് അഭ്യസ്തവിദ്യർക്ക് അവിടെ ജോലി കിട്ടും. ഇന്ന് അത്തരം വിദ്യാർത്ഥികൾ കേരളം വിടേണ്ടി വരുന്നു. അതിന് മുൻകൈ രാജീവ് ചന്ദ്രശേഖർജിയും V മുരളീധരനും നമ്മുടെ ചാത്തന്നൂർ BV ഗോപകുമാറും മുൻകൈ എടുത്താൽ റെയിൽവേയുടെ കണ്ടെയ്നർ യാർഡ്, ബാമൻ ലോറി ലിമിറ്റഡ് ആണ്, കേന്ദ്ര ഗവൺമെൻറ് അവരാണ് ഈ യാർഡ് ചെയ്യുന്നത്. അതിന് മുൻകൈ എടുത്താൽ കുറച്ച് 10,000-2000 തൊഴിലഭ്യസ്തരായ വിദ്യാർത്ഥികൾ ഇവിടെ കിട്ടും. അപ്പോൾ അത്തരത്തിൽ റെയിൽവേയുടെ വികസനം, AK ആൻ്റണി എന്നെ പറഞ്ഞില്ലേ, രാജഗോപാൽ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ അംബാസഡറാണ്. രാജഗോപാലും AK ആൻ്റണിയും മന്ത്രിമാരായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയായിരുന്നപ്പോഴാണ് റെയിൽവേയുടെ ഡെവലപ്മെൻറ്റ് വന്നത്. അന്നത്തെ മുഖ്യമന്ത്രി, വേറൊരു മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. ആൻ്റണി സാറ് പറഞ്ഞു, എനിക്ക് കേന്ദ്രത്തിൽ ഇന്ന് KV തോമസ് 10 വർഷം കൊണ്ട് അവിടെ ഇരുന്നു. ഏത് പേപ്പർ വർക്കിനാണ് കേന്ദ്ര ഓഫീസിൽ പോയിട്ടുള്ളത്? അതേസമയം അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണി രാജഗോപാലിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ അംബാസഡറാണ് രാജഗോപാൽ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൊണ്ടുപോയി കേരളത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ട ആസൂത്രണം ചെയ്യുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനം തിരുവനന്തപുരത്ത് 3 MLA-മാർ കാഴ്ചവെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കുവാൻ ജനങ്ങൾ തയ്യാറാണെന്നുള്ള തെളിവാണ് ഈ 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം വന്നതും 20-30 മണ്ഡലങ്ങളിൽ 30-നും 41-നും ഇടയ്ക്ക് വോട്ട് കിട്ടിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.